സൗണ്ട്. എന്താണ് സൗണ്ട് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്. നമുക്കറിയില്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള എനർജികൾ കണ്ടിട്ടുണ്ട്. ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, അങ്ങനെ കുറേ എനർജികളൊക്കെ ഉണ്ടല്ലേ. അതുപോലെ തന്നെയുള്ളൂ എന്താണ് ഒരു എനർജിയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് സൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും എന്തിനാണ്? ആശയവിനിമയത്തിന് വേണ്ടിയാണ് സൗണ്ട് അല്ലേ. ആശയവിനിമയത്തിനോട് ഉപയോഗിക്കുന്ന ഒരു ഊർജ്ജരൂപം, ഒരു എനർജിയാണ്. അപ്പം നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ള അതുപോലെ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നതുമായിട്ടുള്ളൊരു ഊർജ്ജരൂപമാണ് സൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. ആ സൗണ്ട് നമുക്ക് പല ഏരിയാസിലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലേ. ട്രെയിനിൻ്റെ സൗണ്ട്, പ്ലെയിനിൻ്റെ സൗണ്ട്, മൃഗങ്ങളുടെ സൗണ്ട്, മ്യൂസിക് അല്ലേ, പലതരത്തിലുള്ള സൗണ്ട് എല്ലാം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇല്ലേ. അപ്പം അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കും, നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കൊന്നുകൂടെ പറയാം, ശ്രവണബോധം ഉളവാക്കുന്ന ഒരു ഊർജ്ജരൂപമാണ് സൗണ്ട്. നമുക്ക് പറയാം സൗണ്ട് എന്ന് പറഞ്ഞൊരു ഊർജ്ജരൂപമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ശ്രവണബോധം ഉളവാക്കുന്ന ഒരു ഊർജ്ജരൂപമാണ് സൗണ്ട്. നമുക്ക് പറയാം സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഗിവ്സ് എ സെൻസ് ഓഫ് ഹിയറിംഗ് അല്ലേ. ശ്രവണബോധം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലേ. അങ്ങനെ കേൾക്കാൻ സാധിക്കുന്ന ഒരു ഊർജ്ജരൂപമാണ് എന്തെന്ന് പറയുന്നത്? സൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി ഈ സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതുപോലെ തന്നെ സൗണ്ട് എങ്ങനെയാണ് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്? അതുപോലെ തന്നെ എല്ലാ സൗണ്ടും ഒരുപോലെയാണോ? അല്ല അല്ലേ. നമ്മൾ കഴിഞ്ഞ വർഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണല്ലേ. സൗണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വൈബ്രേഷൻ അല്ലേ, കമ്പനം മൂലമാണ് സൗണ്ട് ഉണ്ടാകുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ചെറിയ ക്ലാസ്സിൽ എന്താണ് കമ്പനം എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണെന്നല്ലേ. അപ്പോൾ സൗണ്ട് ഉണ്ടാകുന്ന കമ്പനം മൂലമാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ സൗണ്ട് നമ്മളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ വേണം. എന്തൊക്കെയാണ് വേണ്ടത്? ഒരു സോഴ്സ് വേണം, അതായത് ഒരു സ്രോതസ് വേണം. ഇവിടുത്തെ സ്രോതസ് ഏതാണ്? ഈ റേഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സ്രോതസ് അല്ലേ. ദെൻ പിന്നെന്ത് വേണം? ഒരു മീഡിയം വേണം ഇല്ലേ, ഒരു മീഡിയം വേണം. അതുപോലെ തന്നെ റിസീവർ, ഏതാണോ നമുക്ക് സൗണ്ട് റിസീവ് ചെയ്യണമല്ലോ, അപ്പോൾ റിസീവ് ചെയ്യാനുള്ള ഒരു റിസീവറും ആവശ്യമാണ്. അപ്പോൾ സൗണ്ട് നമുക്ക് അല്ലെങ്കിൽ ശബ്ദം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 3 കമ്പോണൻസ് ആണ് വേണ്ടത്. ഏതൊക്കെയാണ്? സോഴ്സ് അല്ലേ, സോഴ്സ് അല്ലെങ്കിൽ സ്രോതസ് എന്ന് പറയും. ഇനി സൗണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് പ്രേക്ഷണം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു മീഡിയം വേണം, അതായത് ഒരു മാധ്യമം ആവശ്യമാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് കേൾക്കണമെങ്കിൽ എന്താണ്? ഒരു റിസീവർ ആവശ്യമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ റിസീവർ നമ്മുടെ ഹ്യൂമൻ ഇയർ ആകാം, അല്ലെങ്കിൽ എന്താണ് മൈക്രോഫോൺ നമ്മുടെ സൗണ്ടിനെ ക്യാച്ച് ചെയ്തെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ്? ഒരു റിസീവറാണ്. അപ്പം സൗണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും 3 കമ്പോണൻസ് ആണ് വേണ്ടത്. ഓർത്തിരിക്കോളൂ കേട്ടോ. ഒരു സോഴ്സ് വേണം, അതുപോലെ തന്നെ ഒരു മീഡിയം വേണം, അതുപോലെ തന്നെ എന്താണ്? ഒരു റിസീവറും ആവശ്യമാണ്.